പഴുത്ത മാങ്ങ കഷണങ്ങളാക്കി വെച്ചത് മിക്സിയിലോട്ട് ഇട്ട് നന്നായി അരച്ചെടുക്കാം, വെള്ളം ചേർക്കാതെ. ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലോട്ട് നമ്മൾ അരച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടാക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പിടി പച്ചരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്, ഒരു 4 മണിക്കൂർ. അത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയണ്ട, ഇച്ചിരി തരിയോടുകൂടി അരഞ്ഞാൽ മതി. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു 200 ml മിൽക്ക്, ഏകദേശം 200 ml മിൽക്ക് പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലോട്ട് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത്, ആവശ്യത്തിന് മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. ഇനി അത് തിളച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് അരച്ച് വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിൻ്റെ റൈസ് കുക്കാകുമ്പോഴത്തേനും നന്നായിട്ടത് കട്ടിയായി തുടങ്ങും. ഒരുവിധം നന്നായി കട്ടിയായി തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. 1 സ്പൂണ് മാങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. നമുക്ക് ലെയറായിട്ട് അരി അരച്ചതും മാങ്ങായും ലെയർ ബൈ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചെറിയ ചൂടോടുകൂടിയോ തണുത്തിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാംഗോ സ്വീറ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.